എവരിവൺ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗായിട്ടല്ല ഞാൻ വന്നിട്ടുള്ളത്. പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നാണ് ഞാൻ ഈ വ്ളോഗ് ഇന്ന് എടുക്കുന്നത്. നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു. 3 വർഷവും 2 വർഷം 1 വർഷമൊക്കെ 2-3 ലക്ഷങ്ങൾ മുടക്കി പഠിച്ച വിദ്യാർത്ഥികളാണ് പലരും എന്നല്ല, ഒരുവിധം എല്ലാവരും. അതും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണമെന്നില്ല. 23.3 ലക്ഷം വിദ്യാർത്ഥികളാണ് 2024 നീറ്റ് UG എക്സാം എഴുതിയത്. അതിൽ +2 തന്നെ ക്രാഷ് ചെയ്തു. +1 +2 തന്നെ ഓൺലൈനിൽ പഠിച്ചു, അതിൽ ഓഫ്ലൈനിൽ ട്യൂഷനൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ 3-2 വർഷം വരെ സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ടാണ് ഈ വർഷത്തെ NDA റിസൾട്ട് പ്രഖ്യാപിച്ചത്. നീറ്റ് എക്സാം എഴുതിയ അന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിനുള്ള വിശദീകരണം തന്നത് എന്താണെന്ന് വെച്ചാൽ, എക്സാം ഹാളിൽ 4 മണിക്ക് ആ ഒരു സമയത്താണ് പേപ്പർ ലീക്കായെന്ന് പറഞ്ഞിട്ട് വീഡിയോ വന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിനി ആയിക്കോട്ടെ, ആരോ ഒരാൾ എക്സാം ഹാളിൽ നിന്ന് പുറത്ത് പോയിട്ട് ലീക്ക് ചെയ്തതാണെന്ന് പറയപ്പെടുന്നു. NDA നടത്തുന്ന ഈ എക്സാം, അതിൻ്റെ റൂൾസൊക്കെ എക്സാം എഴുതിയ ഏതൊരു സ്റ്റുഡൻറ്റിനും അറിയാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ ഒരു കാര്യം ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ എൻ്റെ വീടിന് കുറേ ദൂരെയുള്ള സെൻറ്ററിലേക്കാണ്, അതായത് തെക്ക് നിന്നുള്ളവർക്ക് വടക്കും നിന്ന് തെക്കും എന്നുള്ള രീതിയിലാണ്, അതായത് ഒരേ ജില്ലയിൽ തന്നെ തെക്കും വടക്കും ആ ഒരു രീതിയിലാണ് എല്ലാവർക്കും സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. ദൂരെ തന്നെയാണ് സെൻറ്റർ കിട്ടിയിട്ടുള്ളത്. പോകാനുള്ള വഴി ചോദിച്ച് തന്നെയാണ് എക്സാം സെൻറ്ററിലേക്ക് ഞാൻ പോയത്. രാവിലെ 11 മണിക്ക് ഞാൻ സെൻറ്ററിൽ റിപ്പോർട്ടിന് സമയത്ത് ഞാൻ കയറിയിരുന്നത് 11:30. ഞാൻ ഇറങ്ങുന്നത് 5:30. അവിടെ നിന്ന് മോശമായൊരു അനുഭവമൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അവിടെ വന്ന ഇൻവിജിലേറ്റർ ആണെങ്കിൽ പോലും നല്ല സൗമ്യമായിട്ട് തന്നെയാണ് പെരുമാറിയത്. ഫസ്റ്റ് ഞാനായിരുന്നു ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാം വന്നിട്ട് വളരെ കൂളായിട്ട്, അത്രയും നമ്മുടെ ഒരു ടീച്ചർ എന്ന നിലയിൽ അത്രയും സോഫ്റ്റായിട്ട് വർത്താനം പറയും. കുറേ കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ഞാൻ ഓക്കെ ആണെന്നുള്ള കാര്യം വരെ വരുത്തിയിട്ടാണ് മാം അന്ന് അവിടെ നിന്നത്. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഇടയിൽ ക്യാമറ ആയിട്ട് ആൾക്കാർ വരുന്നുണ്ട്, അതേപോലെ പുറത്ത് പോലീസുണ്ട്. പിന്നെ ചെക്ക് ചെയ്യാൻ ഇൻവിജിലേറ്റേഴ്സിൻ്റെ ഹൈ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതേ ഫെസിലിറ്റീസാണ് എല്ലാ സെൻറ്ററിലും ഉള്ളത്. അങ്ങനെ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു കുട്ടി ചാടിപ്പോകാന്ന് പറഞ്ഞത് അതും ഒരു അനാസ്ഥ തന്നെയല്ലേ? നിങ്ങളൊന്ന് ഓർക്കണം. കാരണം ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് നടന്ന ഒരു എക്സാമിൽ ഒരു കുട്ടി ചാടിപ്പോകാന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിസാരമാക്കി കളയാനുള്ള ഒരു കാര്യമാണ്. ഇനി ആ കുട്ടിയെ ചാടിച്ചതല്ല എന്നുള്ളതിന് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. ഇനി പറയാനാണെങ്കിൽ അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നീറ്റിൻ്റെ റിസൾട്ട് 4-ാം തീയതി ആണ് വന്നത്. അതായത് ഇന്ത്യൻ ജനത നോക്കിക്കൊണ്ടിരിക്കുന്ന അത്രയും വെയിറ്റ് ചെയ്തൊരു ഡേ ആയിരുന്നു June 4. എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ്റെ റിസൾട്ട് രാവിലെ മുതൽ ഓരോ വീട്ടിലായാലും ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, എന്തായിരിക്കും ഇന്ത്യയിലെ അടുത്ത പാർലമെൻറ്റ് എന്നുള്ള രീതിയിൽ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരും അറിയാതെ, ഒരു ചാനൽസിൽ പോലും വരാത്തക്ക വിധത്തിൽ, കാരണം അവരുടെയൊക്കെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയി രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയിൽ കൊണ്ടിട്ടാണ് NDA നീറ്റിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു വന്നു. ഓക്കെ, അത് ദാറ്റ്സ് ഓൾ. പിന്നെ ഇതിൽ ഉണ്ടായ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നീറ്റിൽ ഏറ്റവും ടോപ്പ് സ്കോർ എന്ന് പറഞ്ഞാൽ 720. അതിൻ്റെ താഴെ വരുന്നതാണ് 780-യും 90. ഇതുവരെ പോസിബിൾ അല്ലാത്തൊരു മാർക്കാണ്. ശരിക്കും പോസിബിൾ മാർക്ക് എന്ന് പറഞ്ഞത് 720. അതിൻ്റെ താഴെ ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ 760. ഒരു ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിട്ട് 179 ക്വസ്റ്റൻ അറ്റൻഡ് ചെയ്തിട്ട് 180 ഒരു ക്വസ്റ്റൻ എത്തിയാൽ 715 എന്ന രീതിയിലാണ് മാർക്ക് വരേണ്ടത്. പക്ഷേ ഈ കാണിക്കുന്ന 2 സ്റ്റുഡൻസിന് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്ക് നോക്കുന്ന 2 സ്റ്റുഡൻസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 718, 719. അതായത് ഇവർക്ക് ടൈം തികഞ്ഞില്ല എന്ന പേരിലാണ് എൻ്റെ ഈ മാർക്ക് കൊടുത്തത്. പക്ഷേ ഇതിൽ കോമഡി ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കൊടുത്തതാണെങ്കിലും ഇവർ ഇത് കൊടുത്തതിന് ശേഷം തന്നെ അതിൻ്റെ അടിയിൽ എന്ത് കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന കൊടുക്കേണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് NDA ജസ്റ്റ് ഒരു പ്രസ്താവന നൽകിയത്. അതും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ സമയം എന്നുള്ളത് ഇപ്പം പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ ഇങ്ങനെ ബോണസ് പോയിന്റ് ഉള്ള കാര്യമൊന്നും ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. കഴിഞ്ഞ ഇയറിൽ തന്നെ പലർക്കും സമയം നഷ്ടപ്പെട്ടു, അതേപോലെ പേന തെളിയാത്തൊക്കെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ട് ആ ടൈമൊന്നും ഈ ബോണസ് പോയിന്റ് കാര്യമൊന്നും ഞാൻ കേട്ടിട്ടുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ഇതിൽ ആരാണ് അർഹതപ്പെട്ടത്, ഈ അർഹതപ്പെട്ടവർക്ക് ഇങ്ങനെ ഇനി കോടതിയിൽ സമീപിച്ച കുട്ടികൾക്ക് മാത്രമേ കിട്ടുമോ ഒക്കെ ഇവർ കറക്റ്റായിട്ട് പറയാനുണ്ട്. എന്നിരുന്നാലും 718, 719 ഈ മാർക്ക് ഒരിക്കലും എന്താ പറയുക യോജ്യമായിട്ടുള്ള മാർക്കാണ് എനിക്ക് തീരെ തോന്നുന്നില്ല. ഇപ്പം ഇവരെ 2 പേരെ നമ്മൾ കണ്ടുപിടിച്ചത് ഏത് രീതിയിലാണെന്ന് വെച്ചാൽ, NDA ആദ്യത്തെ 100 സ്റ്റുഡൻസിൻ്റെ PDF വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായി. ഇടയിൽ വരെ ആർക്കൊക്കെ കൊടുത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അറിവില്ല. കാരണം ഇത് നമുക്ക് ഫസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ പറ്റുന്ന ഡിജിറ്റ്സ് ആണ് മനസ്സിലായി. ഇതിൻ്റെ താഴെ ഇതിൽ കൊടുത്തു എന്താ ഉറപ്പ്? പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 14-ാം തീയതി വരേണ്ട റിസൾട്ടാണ് 4-ാം തീയതി വന്നത്. അത് എന്തുകൊണ്ടാണ് എക്സാം ലീക്കായി? ശരിക്കും പറഞ്ഞാൽ എക്സാം 2015 എക്സാം പേപ്പർ ഇങ്ങനെ ലീക്കായപ്പോൾ June 5 റിസൾട്ട് വരുന്നതിന് മുന്നേ കോടതി എന്ത് പറഞ്ഞു? എക്സാം മാറ്റി നടത്തുന്നു പറഞ്ഞു. അങ്ങനെ എക്സാം 2015 മാറ്റി നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറച്ച് തെളിവുകൾ നമുക്കും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് തെളിവുകളാണ്. ഇതിപ്പം എങ്ങനെ പോയാലും ഒരു ടെലിഗ്രാം ചാനലിൽ May 4 എഡിറ്റ് ചെയ്ത് കയറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ NDA തന്നെ വിസ്തരിക്കേണ്ടതാണ്. ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വീഡിയോ ട്രെൻഡിങ് ആയിട്ട് കാണുന്നുണ്ട്. കുറേ പേര് അയച്ചത്. അപ്പോഴാണ് എനിക്ക് ഒരു വീഡിയോ ചെയ്താലോ എന്ന് തോന്നിയത്. എന്തായാലും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടി കൂടി വേണമല്ലോ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു പൊട്ടന്മാരുള്ള എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകൂലേ.
ഇതിൽ നോക്കിയാൽ മനസ്സിലാവും മെയ് 5-നുള്ള എക്സാമിൻ്റെ അത് മെയ് 4-ന് കുട്ടിക്ക് കിട്ടിയത്. അപ്പോൾ ഇത് ചിലപ്പോൾ ഇവർ അറിഞ്ഞതുകൊണ്ടായിരിക്കാം, പിടിക്കപ്പെടുന്നുള്ള തോന്നലായിരിക്കാം ജൂൺ 14-ൻ്റെ റിസൾട്ട് ജൂൺ 4-ന് പ്രഖ്യാപിച്ചത്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ സുപ്രീം കോടതിക്ക് ഇതിൻ്റെ റിസൾട്ട് വന്നാൽ റീനീറ്റ് നടത്താൻ ഒരു പറ്റില്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പല വിദ്യാർത്ഥികളും അവരുടെ മാർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടില്ല. അപ്പം അതായത് കുട്ടികൾക്ക് ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന ഒരു നിയമമായിരിക്കാം റീനീറ്റ് എന്ന് പറഞ്ഞത്. എല്ലാവർക്കും അല്ല, ചിലവർക്ക്. എന്നാൽ മറ്റുള്ളവർക്ക് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും മാർക്ക് ലഭിക്കാതെ പോയവർക്ക് അതൊരു പുതിയൊരു അവസരം തന്നെയായിരിക്കും. കാരണം ആഗ്രഹിച്ച ഒരു ഇത് എൻ്റെ ഇവിടെ ഇങ്ങനെയുള്ളൊരു അനാസ്ഥ മൂലം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമായ കാര്യം തന്നെയാണ്. പിന്നെ ചിലവരിൽ നിന്ന് അറിയാൻ വേണ്ടി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ കാൽക്കുലേഷൻ ചെയ്ത മാർക്കല്ല അവർക്ക് റിസൾട്ട് വന്ന സമയത്ത് കിട്ടിയത് എന്നാണ്. അത് എന്തുകൊണ്ടാണെന്നുള്ള ഇതായില്ല. അപ്പോൾ എന്തായാലും നീറ്റിൻ്റെ റിസൾട്ട് വന്ന മാർക്കേ നോക്കൂ, കാൽക്കുലേഷൻ ചെയ്ത മാർക്ക് നോക്കില്ലല്ലോ. നല്ല ഡിഫറൻസ് പലർക്കും ഉണ്ട്. പിന്നെ ഒരു റിപ്പീറ്റ് ഓർ റിപ്പീറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് പലർക്കും ഭയങ്കര ഒരു സങ്കടത്തിലേക്കാണ്. ഞാൻ കോൺടാക്ട് ചെയ്തതിൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ദിവസം ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കയ്യിൽ നിന്ന് പാളിപ്പോയ ആ ഒരു സീറ്റ് വീണ്ടും തിരിച്ചു പിടിക്കാനില്ല. പക്ഷേ എൻ്റെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു അനാസ്ഥ മൂലം എങ്ങനെ അടുത്ത വർഷവും സീറ്റ് കിട്ടുമെന്നുള്ള കൺഫ്യൂഷനിലാണ് പലരും. എങ്ങനെ എൻജോയ് ഇനി വിശ്വസിക്കും? ഞാൻ നേരത്തെ കാണിച്ച ആ വീഡിയോയിൽ 1 ലക്ഷം 1.5 ലക്ഷത്തിനൊക്കെയാണ് പേപ്പർ ലീക്കായതെന്നാണ് അറിയപ്പെടാൻ കഴിഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പ്രചരിക്കുന്നുണ്ട്. കുട്ടികളുടെ ഇടയിൽ വരുന്ന ഒരു 3 ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് 14-ന് വരാനുള്ള റിസൾട്ട് 4-ാം തീയതിയിലേക്ക് മാറ്റി? എന്തുകൊണ്ട് അവർക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു? പിന്നെ വേറെ ശ്രദ്ധിച്ച ഒരു കാര്യമായിരിക്കും 62-69 വരെയുള്ള സ്റ്റുഡൻസ് അവരുടെ വെബ്സൈറ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അതിൽ കൊടുത്തിട്ടുള്ളത് 100ാമത്തെ സ്റ്റുഡൻറ്റ് എന്തോ 715 മറ്റുമാണ് റാങ്ക്, 715 മാർക്ക്. അതിൽ ആദ്യത്തെ ഒരു 62 മുതൽ 69 വരെ സ്റ്റുഡൻസ് എടുത്താൽ അവരുടെ ആപ്ലിക്കേഷൻ നമ്പർ നോക്കിയാൽ, രജിസ്റ്റർ നമ്പർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അവർ ഒരു സെൻറ്ററിൽ എഴുതിയതാണ്. ഒരു സെൻറ്ററിൽ എഴുതിയ ഒരുവിധം സ്റ്റുഡൻസിനാണ് ഓൾ ഇന്ത്യ റാങ്ക് 1 അതേപോലെ 718 719 മാർക്കും ഉള്ളത്. അപ്പം ഇതിലൊന്നും ഒരു സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തെളിവോ ഒന്നുമില്ല. ആകെയുള്ളത് ആ ഒരു PDF ഇത് മാത്രമാണ്. അതിൻ്റെയൊക്കെ സത്യാവസ്ഥ ഇനി പുറത്തു വരാനുണ്ട്. ഒന്നടങ്കം വിദ്യാർത്ഥികളെ ഇങ്ങനെ പറ്റിക്കപ്പെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ട്, ഒരു എക്സാം ആയിരുന്നു NEET 2024 എന്നുള്ളത് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. കാരണം ഞാനടക്കം അടങ്ങുന്ന 23.3 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോ വിദ്യാർത്ഥികൾക്കും എന്ന് പറഞ്ഞത് MBBS സ്വപ്നം കാണുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അത് ചിലപ്പം പാഷൻ്റെ പുറത്താകാം, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്നുള്ള രീതിയിലാകാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ വില എന്നുള്ള രീതിയിൽ ഒരു സൊസൈറ്റിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു MBBS ഡോക്ടർ. അങ്ങനെ ഓരോ പേർക്കും ഓരോ ഇഷ്ടമാണ് ഡോക്ടർ എന്ന പാഷനോട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചതിച്ചുകൊണ്ടുള്ള റിസൾട്ട് സത്യം പറഞ്ഞാൽ വേദനാജനകമാണ്. ഇനിയൊരു റീനീറ്റിനുള്ള പോസിബിലിറ്റി എന്തായാലും കാണുന്നില്ല. കാരണം എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്തു. ഒരുപക്ഷേ റിസൾട്ട് പബ്ലിഷ് ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് നേരിട്ട് ഒരു വിധി വന്നാൽ റീനീറ്റ് വേണം എന്നുള്ള രീതിയിൽ. അപ്പോൾ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതോർത്ത് ടെൻഷൻ അടിച്ച് അടുത്ത ഇയറും എന്ത് ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നവരുണ്ടാവും. ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ച് നോക്കുക, ഒന്നും എടുത്ത് ചടൻ നിൽക്കണ്ട. പിന്നെ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുവിധം യൂട്യൂബ് ചാനലിലെ എല്ലാ സാർമാരും മുന്നോട്ട് വന്നിട്ടുണ്ട്. എല്ലാ യൂട്യൂബ് ചാനലിലെ സാർമാറിനോടും കൂടി പറയാനുള്ളത് എല്ലാവരും ഒന്ന് ശക്തമായ ഇടപെടൽ നടത്തി ഇതിനുള്ളൊരു നടപടി കൃത്യമായിട്ട് ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് നൽകണം എന്നുള്ളതാണ്. കാരണം ഇങ്ങനെ പറ്റിക്കപ്പെടാനാണെങ്കിൽ തുടർന്നും ഈ ഒരു ഫീൽഡിലേക്ക് വിദ്യാർത്ഥികൾ പഠിക്കുകയൊന്നും വേണ്ടല്ലോ. കാരണം പഠിക്കുന്നതിന് പകരം പൈസ കൊടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങി ഒരു കാര്യം എടുത്ത് പറയാനാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ റീനീറ്റ് വേണം എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒന്നടങ്കം പറയുന്നത്. കാരണം പഠിക്കാതെ പണം കൊടുത്ത് ഇങ്ങനെ എക്സാം പേപ്പറൊക്കെ വാങ്ങി എഴുതി മറ്റുള്ളവരെ ഇങ്ങനെ കബളിപ്പിച്ചുകൊണ്ട് അവർ ഉയർന്ന റാങ്കുകൾ വാങ്ങിയിട്ട് MBBSൻ്റെ സീറ്റിലേക്ക് കയറുന്നത് സത്യം പറഞ്ഞാൽ മലയാളത്തിലൊരു വാചകമുണ്ട്, ഞാനിവിടെ പറയുന്നില്ല, അതിന് തുല്യമാണ്. അപ്പോൾ അതിന് കർശനമായ ഒരു ഇടപെടൽ എന്തായാലും NDAയുടെ ഇടയിൽ നിന്ന് തന്നെ വേണം. എല്ലാവരും ഇടപെട്ടുകൊണ്ട് തന്നെ പുതിയതായിട്ടുള്ള ഒരു തീരുമാനം NDA ശക്തമായിട്ട് പറയാനുണ്ട്. വിദ്യാർത്ഥികൾ ഒന്നടക്കം ഈ ഒരു കാര്യത്തിന് ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കും. ഇതിന് ശക്തമായ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കും. പൈസയുള്ള ആൾക്കാർ പൈസ കൊടുത്ത് പേപ്പർ വാങ്ങി MBBS സീറ്റ് കരസ്ഥമാക്കുമ്പോൾ മറ്റ് ചിലർ വായ പൊളിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഇനി വരും കാലങ്ങളിൽ ഇല്ലാതിരിക്കാൻ ഇപ്പോഴേ ഇത് മാറ്റേണ്ടതാണ്. അതായത് തുടക്കത്തിൽ തന്നെ ഇലയിൽ നിന്ന് നുള്ളിക്കളയണം. അല്ലാതെ ഇത് വരും വർഷങ്ങളിൽ തുടർന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും. യാതൊരുവിധ മാറ്റവും ഇതിൽ പിന്നെ ഉണ്ടാകുന്നതല്ല. എൻ്റെ ഈ റിസൾട്ടിൻ്റെ പ്രഖ്യാപനം മൂലം വേദനാജനകമായ കുറേ വാർത്തകളുണ്ട്. സൂയിസൈഡ് ചെയ്ത കുറച്ച് പേരുണ്ട്. ഇനി സൂയിസൈഡ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പറയാനുള്ളത് NDA ശക്തമായ ഒരു നടപടി ഇതിലെടുക്കണം. ഉയർന്ന ഉദ്യോഗസ്ഥർ ഇത് പരിശോധിച്ച് ഇതിലെ വീഴ്ചകൾ അന്വേഷിച്ച് ശക്തമായ നടപടി തന്നെ എടുക്കണം. അതിന് പറ്റുന്ന സപ്പോർട്ട് എല്ലാ ആൾക്കാരും ചെയ്യുക.
വിദ്യാർത്ഥികൾ ഒന്നടങ്കം കാത്തു നിൽക്കുന്ന ഒരു പ്രതീക്ഷയിലാണ്, എന്തേലും ഒരു നടപടി ഉണ്ടാകുന്നുള്ള പ്രതീക്ഷയിൽ വിദ്യാർത്ഥികൾ ഓരോരുത്തരും ഇങ്ങനെ കാത്തു നിൽക്കുവാണ്.